അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോജോ അച്ഛ, സെബാസ്റ്റ്യൻ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിച്ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവര് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവര് നിങ്ങളുടെ മടി കയറിയിരിക്കുകയാണെങ്കിൽ മാറിയിരിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും കൂടി സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ, കുറച്ചുകൂടെ നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആരെ പോലെയാണ്? നമുക്ക് എന്ത് മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് മാറ്റം വന്ന് വന്ന് നമ്മൾ ആരെ പോലെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്? അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് ധൈര്യത്തോടെ പറഞ്ഞേ, മാറ്റം വന്ന് വന്ന് നമ്മൾ ഈശോയെ പോലെ, കഴിഞ്ഞ ആഴ്ചയിലും കൂടുതൽ കുറച്ചുകൂടെ ആരെ പോലെ ആയിട്ടുണ്ട്? ഈശോയെ പോലെ ആയിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് ഇങ്ങനെ പറയാം, നിങ്ങൾ കുറച്ചുകൂടെ ഈശോയെ പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളുടെ മുഖത്തേക്ക് അടുത്തിരിക്കുന്നവർ നോക്കുന്നില്ല എങ്കിൽ തോണ്ടി വിളിച്ചിട്ട് പറയാ, നിങ്ങൾ കുറച്ചുകൂടെ ഈശോയെ പോലെ ആയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈശോയെ പോലെ ആകാനുള്ള വഴി എന്താണ്? രൂപാന്തരപ്പെടാനുള്ള വഴി എന്താണ്? ഈശോയെ കണ്ടുകൊണ്ടിരിക്കുക. സീരിയല് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ആരെ പോലെയാകും? സീരിയല് പോലെയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മറിമായം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം എന്താവും? അതുണ്ടോ ഇപ്പൊ? ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരു കൊച്ചു പറയാണ്, അച്ഛൻ ഞാൻ കുറെ നാളായി ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഞാൻ ഐഡിയ സ്റ്റാർ ആയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈശോയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈശോയിൽ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈശോയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം കാണുക എന്നത് മാത്രമല്ല, കണ്ണുകൊണ്ട് കാണുക എന്ന് മാത്രമല്ല. കാണുക എന്ന് പറയുന്നതിന് കേൾക്കുക എന്ന് കൂടെ അർത്ഥമുണ്ട്, അനുഭവിക്കുക എന്നർത്ഥമുണ്ട്, ഇടപെടുക എന്നർത്ഥമുണ്ട്. നമ്മൾ ഇതൊക്കെ വ്യാഖ്യാനിച്ച് കഴിഞ്ഞതാണ്. ഇന്ന് ആദ്യമായിട്ട് ആവിലയിലേക്ക് വന്നിട്ടുള്ളവരൊന്ന് കരമുയർത്താവോ? കുറച്ച് പേരുണ്ട്. സിസ്റ്റേഴ്സ് ആദ്യമായിട്ട്
ക്രൈസ്തലോ സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടാകാതിരുന്നവരൊന്ന് കരമുയർത്താവോ? ഓഹോ, ക്രൈസ്തലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജനുവരി മാസത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഏകദേശം സെപ്റ്റംബറിന് മുമ്പ് ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അഭ്യന്തര ഹർമ്മ്യം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അതിലെ 7 ഘട്ടങ്ങളെ കുറിച്ച് പ്രാർത്ഥനയിൽ നമ്മൾ എപ്രകാരമാണ് വളരേണ്ടത് എന്ന ഒരു പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ 5-ാം സദനത്തിലെത്തി നിൽക്കുകയാണ്. 5-ാം സദനത്തിലെത്തിയപ്പോഴാണ് നമ്മൾ ജനുവരി മാസം യേശുനാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമായതുകൊണ്ട്, യേശുനാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമായതുകൊണ്ടും ലോകത്തിൽ മറ്റെവിടെ എന്നതിനേക്കാൾ ഏറ്റവും അധികം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളായതുകൊണ്ടും അല്ലേ ആയതുകൊണ്ടും നമ്മൾ യേശുനാമത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു, ഓരോ മാസത്തിനും ഓരോ പ്രത്യേകമായ വണക്കമുണ്ട്. ജനുവരി മാസം യേശുനാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ്. ഫെബ്രുവരി മാസം എന്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ്? തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ്. അങ്ങനെ തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാകുന്നതിന് ഒരു പ്രത്യേക കാരണമുള്ളത്. ഫെബ്രുവരി മാസം 2-ാം തീയതി ഒരു തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നുണ്ട്. ഏതാണ് ആ തിരുനാൾ? കഴിഞ്ഞ 2-ാം തീയതി, അതായത് ദിവസം ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച ഒരു തിരുനാൾ ആഘോഷിച്ചു, സമർപ്പണ തിരുനാൾ. ഈ സമർപ്പണ തിരുനാൾ നടത്തുന്ന ഔസേപ്പിതാവും മാതാവും കൂടെ ഉണ്ണിയെ കൊണ്ടുവന്ന് ദേവാലയത്തില് സമർപ്പിക്കുന്നു. ഒരു കുടുംബം മുഴുവൻ സമർപ്പിക്കപ്പെടുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ മക്കളെ കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ ആദ്യം തന്നെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട മാതാപിതാക്കളായിരിക്കണം. ഹൃദയത്തിൽ ഇല്ലാത്ത മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ ദൈവഭയമില്ലാത്ത മാതാപിതാക്കൾക്ക്, ദൈവവചനം പാലിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത മാതാപിതാക്കൾക്ക് കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുവരാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിച്ച യൗസേപ്പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണിയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ സമർപ്പണ തിരുനാളിന്റെ ഒരു സുഗന്ധമുള്ള മാസമാണ് ഈ ഫെബ്രുവരി മാസം. ഫെബ്രുവരി മാസം തിരുക്കുടുംബത്തിന് സമർപ്പിക്കപ്പെട്ട മാസമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ യേശുനാമത്തെ കുറിച്ചുള്ള പഠനങ്ങൾ തിരുക്കുടുംബത്തിന്റെ പഠനങ്ങളിലേക്ക് മാറ്റിവെക്കുന്നില്ല. നമ്മൾ യേശുനാമത്തിന്റെ പഠനം തുടരുകയാണ്. ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞു, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുനാമം വിളിക്കുമ്പോൾ എന്തൊക്കെ കിട്ടും എന്ന് നമുക്ക് ഏകദേശ ധാരണയുണ്ട്. നമ്മളിത് പ്രഭാഷണമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയാം, ഈശോയെ എന്ന് വിളിക്കുമ്പോൾ രോഗം മാറുമെന്നറിയാം, ഇല്ലേ? അതിനി വേറെ വചനഭാഗം എടുത്ത് വായിച്ചിട്ട് വേണ്ട. വേണോ? വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. പിന്നെ യേശുനാമം വിളിക്കുമ്പോൾ പിശാചുക്കൾ തോറ്റോടും എന്ന് നമുക്കറിയാം. അറിഞ്ഞൂടെ? അറിയാം. ഉച്ചത്തിൽ വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിൽ സമാധാനം കിട്ടും എന്ന് നമുക്കറിയാം. അറിഞ്ഞൂടെ? അറിയാം. ഉച്ചത്തിൽ വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും എന്ന് നമുക്കറിയാം. അറിഞ്ഞൂടെ? എന്ന് വിളിച്ച് യേശുനാമം വിളിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് അത് പരിഹാരമാണ് എന്ന് നമുക്കറിയാം. അറിഞ്ഞൂടെ? അറിയാം. അപ്പൊ വിളിച്ച് കുഞ്ഞ്, നിങ്ങൾക്ക് അറിയാത്തതായിട്ട് വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, ഈശോ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കണമെന്നത്. യേശുനാമത്തെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ആരാണ്? യേശുനാമത്തെ ഏറ്റവും കൂടുതൽ, യേശുനാമത്തിന് ഒരു PR വർക്ക് കൊടുത്തത് ആരാണ്? അമ്മ ത്രേസ്യ ഒന്നുമല്ല.
യേശുനാമത്തിന് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുത്ത ആള് ഈശോ തന്നെയാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ എന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവിൻ. നിങ്ങൾ പിശാചുക്കളെ പുറത്താക്കുമ്പോൾ എന്റെ നാമത്തിൽ പിശാചുക്കളെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എന്റെ നാമത്തിൽ, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ എന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ്, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന്റെ ഈശോയെ ഈശോയെ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രം അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുമോ? ഈശോ പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല. അപ്പോൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട 3 മനോഭാവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു. നമ്മൾ പറഞ്ഞു, ഈശോയെ എന്ന് വിളിക്കുന്നവർ ഈശോയുടെ ഹൃദയത്തിന്റെ പദ്ധതികളുമായി തങ്ങളെ തന്നെ പൊരുത്തപ്പെടുത്തണം, ഐക്യപ്പെടുത്തണം. കൈയടിച്ച് നന്ദി പറയാം. ഈശോയെ എന്ന് വിളിക്കുന്നവരെന്താണ് ചെയ്യേണ്ടത്? ഈശോയുടെ ഹൃദയത്തിന്റെ പദ്ധതികളുമായി നമ്മുടെ പദ്ധതികളെ ചേർത്തു വയ്ക്കണം, പൊരുത്തപ്പെടുത്തണം. അത് വേറെ വഴിക്ക്, ഇത് വേറെ വഴിക്ക് ആകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയ്ക്ക് നമ്മെ ഓരോരുത്തരെയും കുറിച്ചും പദ്ധതിയുണ്ട്. എന്തുണ്ട്? എന്തിനുള്ള പദ്ധതി? നമുക്ക് ശുഭകരമായ ഭാവി, നമുക്ക് ഏറ്റവും നല്ല ഭാവി ഉണ്ടാകണമെന്ന് ഈ ലോകത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതാരാണ്? ഈശോയാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ. അപ്പൊ നമ്മൾ പറയരുത് ഈശോയ്ക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല എന്ന് പറയരുത്. ആരെങ്കിലും ഇടയ്ക്ക് പറയാറുണ്ടോ? പറയരുത്. ഈശോയ്ക്ക് നമ്മെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് മാത്രമല്ല, ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രോജക്ട്. ആ പദ്ധതി കഴിഞ്ഞിട്ടുള്ളൂ വേറെ പദ്ധതികൾ. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ പദ്ധതികൾ ഒരു 6 എണ്ണം നമ്മൾ ധ്യാനിച്ചു. 2 ആഴ്ച കൊണ്ട് ഈശോയുടെ കുറച്ച് പദ്ധതികൾ നമ്മൾ ധ്യാനിച്ചതാണ്. ഓർക്കുന്നുണ്ടോ? പറഞ്ഞ എന്തൊക്കെയാണ് ഈശോയുടെ പദ്ധതികൾ? എല്ലാവരും രക്ഷ പ്രാപിക്കണം. 2, എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തെ ഈശോ സ്നേഹം കൊണ്ട് കീഴടക്കണം. ഈശോയുടെ പദ്ധതിയാണ്. 3, തിന്മയെ തോൽപ്പിക്കണം, ഡ്രൈവ് ബാക്ക് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഈശോയുടെ പദ്ധതി. 4, തന്റെ ഹൃദയത്തിലേക്ക് എല്ലാവരെയും, ഈശോയിലേക്ക് എല്ലാവരെയും ആകർഷിക്കാനുള്ളൊരു പദ്ധതി. 5, എല്ലാവർക്കും ജീവന്റെ പൂർണ്ണതയുണ്ടാകണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകുന്നതിനുള്ളൊരു പദ്ധതി. 6, എല്ലാ മനുഷ്യരും ദൈവവുമായി അനുരഞ്ജനപ്പെടണം. ഇതൊക്കെ ഈശോയുടെ ബഡ്ജറ്റാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോയുടെ പദ്ധതിയാണത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഈ പദ്ധതികളുമായി നമ്മുടെ ഹൃദയം നമ്മൾ ചേർത്തു വയ്ക്കണം. ഈശോയുടെ പദ്ധതികൾ എന്റെ പദ്ധതികൾ ആകണം. നമ്മളൊരു ഉദാഹരണം പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പഞ്ചായത്ത് ഏറ്റെടുക്കണം അല്ലേ? സിസ്റ്ററെ, പ്രിൻഷ്യാളമ്മയുടെ പദ്ധതി ഓരോ കമ്മ്യൂണിറ്റിയും ഏറ്റെടുക്കണം. അല്ലെങ്കിൽ പദ്ധതി പറഞ്ഞ് അവിടെ ഇരിക്കും അല്ലേ? അല്ലെങ്കിൽ ബിഷപ്പിന്റെ പദ്ധതി അച്ഛന്മാർ ഇടവകയിലേക്ക് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ബിഷപ്പ് സർക്കുലർ എഴുതിയത് അവിടെ ഇരിക്കും അല്ലേ? ഇനി വികാരിയച്ഛന്റെ പദ്ധതി ആര് ഏറ്റെടുക്കണം? കുടുംബ യൂണിറ്റുകൾ ഏറ്റെടുക്കണം അല്ലേ? ഇപ്പൊ വികാരിയച്ഛൻ പറയാണ്, എല്ലാവരും ധ്യാനത്തിന് ഒരുക്കമായിട്ട് കുടുംബ പ്രാർത്ഥനയില് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് കാർഡ് കൊടുത്തു വിട്ടു. ഒരു കുടുംബം തീരുമാനിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്ത് പറ്റും? ആ പ്രാർത്ഥന അവിടെ ഇരിക്കും. അപ്പോൾ കർത്താവിന് നമ്മെ രക്ഷിക്കാനുള്ള പദ്ധതി നമ്മൾ ഓരോരുത്തരും
ഏറ്റെടുക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പദ്ധതികളോട് ചേർത്ത് വെച്ചിട്ട് ഈശോയേന്ന് വിളിക്കുമ്പോഴാണ് അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് റിവിഷനാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു, ഈശോയ്ക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുമ്പോഴാണ്, ചേർത്ത് വെച്ചിട്ട് ഈശോയേന്ന് വിളിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ, അപ്പൊ നമ്മള് പിന്നെ എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഈശോയുടെ ആഗ്രഹങ്ങള്? അല്ലേ, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പാട്ട് പാടിയില്ലേ? ഏത് പാട്ടാണ്? എന്തെല്ലാം എന്തെല്ലാം ആശകളാണല്ലോ. ആർക്ക്? നമുക്ക്. ഈശോയ്ക്ക് എന്തെല്ലാം എന്തെല്ലാം ആശകളാണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ബൈബിള് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ളവർക്കും ഇവിടുത്തെ രീതികൾ അറിയാത്തവർക്കും വേണ്ടി അച്ഛൻ പറയുകയാണ്, ഇനി വചന ശുശ്രൂഷ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആയിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ അനുവാദമില്ല. നിങ്ങൾക്ക് വരാനുള്ള അനുവാദമുണ്ട്, ഇവിടെ ഇരിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ ഇപ്പോൾ എഴുന്നേൽക്കാനുള്ള അനുവാദം എടുത്തു മാറ്റിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം ഇപ്പൊ നിങ്ങൾക്കില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈശോയുടെ ഒരാഗ്രഹം എന്താണ്? എല്ലാവരും തന്നെ അന്വേഷിക്കണമെന്നും എല്ലാവരും തന്നെ കണ്ടെത്തണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച് ഈശോയെ. അപ്പോ എല്ലാ മനുഷ്യരും ഈശോയെ അന്വേഷിക്കണമെന്നും എല്ലാ മനുഷ്യരും ഈശോയെ കണ്ടെത്തണമെന്നും ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കൾ വിളിച്ചട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ആഗ്രഹം, ഈശോയുടെ ആഗ്രഹം ഇപ്പോൾ ആരുടെ ആഗ്രഹമാണ്? നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ രണ്ടാമത്തെ ആഗ്രഹം എന്തായിരുന്നു? വീണ്ടും നമ്മൾ പറഞ്ഞു, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നത് ആരുടെ ആഗ്രഹമാണ്? ഈശോയുടെ ആഗ്രഹമാണ്. ഈ രക്ഷ പ്രാപിക്കുക എന്നതിന്റെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു. എന്താണ് ഈ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കുക എന്നാണ് അർത്ഥം. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അതായത് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കാൻ പുറപ്പെട്ടിട്ട് ആ വഴിയരിക് രക്ഷ പ്രാപിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണ് ആ വഴിയരിക് രക്ഷ പ്രാപിക്കാതിരുന്നത്? വഴിയരിക് രക്ഷയുടെ ഫലം പുറപ്പെടുവിച്ചില്ല. കൈയടിച്ച് നന്ദി പറയാം. അപ്പോ കർത്താവ് തന്നെ വചനം വിതച്ചിട്ടും വഴിയരിക് രക്ഷ പ്രാപിച്ച ഭൂമിയായി മാറിയില്ല. എന്തുകൊണ്ടാണ് അത് രക്ഷ പ്രാപിക്കാതിരുന്നത്? അത് ഫലം പുറപ്പെടുവിച്ചു. രണ്ടാമതായിട്ട് എന്തൊക്കെയാണ് അതിന്റെ മറ്റു കാരണങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ടോക്കുണ്ട്, എടുത്ത് കേട്ടാൽ മതി. ഇനി ആ പാറപ്പുറം പോലെയുള്ള ഭൂമി രക്ഷ പ്രാപിച്ചോ? ഇല്ല. എന്താ രക്ഷ പ്രാപിക്കാഞ്ഞത്? ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോ രക്ഷയെ വിട്ടുകളഞ്ഞു, കർത്താവിനെ വിട്ടുകളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോ കർത്താവിനെ വിട്ടുകളഞ്ഞവർ ഇപ്പോൾ എവിടെയുണ്ട്? മനസ്സിലായി? വീട്ടിലുണ്ട്, അല്ലേ? ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന്. പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോ പള്ളിപ്പോക്കൊക്കെ നിർത്തി വിശ്വാസമൊക്കെ മാറ്റിവെച്ച് ഇനി ഈശോയും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും ഒക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്നവർ എവിടെയുണ്ട്? വീട്ടിലുണ്ട്. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ ഒരു സ്ഥലം, രക്ഷ പ്രാപിക്കാതെ പോയ സ്ഥലം ഏതാണ്? മുൾപടർപ്പ്. മുൾപടർപ്പ് പോലെയുള്ള ഹൃദയമുള്ളവർ ഇപ്പോൾ എവിടെയുണ്ട്? വീട്ടിലുണ്ടാവും, നാട്ടിലുണ്ടാവാം. അവര് പലതരത്തിലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ രക്ഷ പ്രാപിച്ചില്ല.
ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. എന്നിട്ട് രക്ഷ പ്രാപിച്ച ഒരു ഗണം ആരാണത്? നല്ല നിലം. അപ്പോൾ ഈ നല്ല നിലം എന്തിന്റെ പ്രതീകമാണ്? രക്ഷ പ്രാപിച്ച മനുഷ്യന്റെ പ്രതീകമാണ് നല്ല നിലം. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും നല്ല നിലം പോലെയാകണമെന്നാണ്. നല്ല നിലമാകാതെ നീ രക്ഷ പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മൾ രക്ഷ പ്രാപിക്കുമോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്? എത്രമാത്രം ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഞാൻ രക്ഷ പ്രാപിക്കുമോ ഇല്ലയോ എന്ന് കണക്കിലെടുക്കുന്നത്. മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നീ രക്ഷ പ്രാപിക്കുമോ ഇല്ലയോ എന്ന് കണക്കിലെടുക്കേണ്ടത്. മാമോദീസ സ്വീകരിച്ചവരും രക്ഷ പ്രാപിക്കാതിരിക്കാൻ സാധ്യത. മാമോദീസ സ്വീകരിച്ചവര് നരകത്തിൽ പോകോ? അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞ് പോകുമെന്ന് പറഞ്ഞ്. മാമോദീസ സ്വീകരിച്ചവരും എവിടെ പോകും? സാധ്യതയുണ്ട്, ഇല്ലേ? കാരണം ഈ മാമോദീസ ഒരു വിത്ത് വിതച്ചതുപോലെയാണ്. പക്ഷേ നീ വിത്ത് വിതച്ചത് വഴിയരികിൽ കിടന്നതുപോലെ അത് മുളച്ചില്ല. പള്ളി പോയവര് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് നരകത്തിൽ പോകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. കാരണം ഈ വചനം വന്ന് ഹൃദയത്തിൽ വീണിട്ടും അത് പാറപ്പുറം പോലെയാകുന്നു, അതിന് വേര് പിടിക്കുന്നില്ല, ആ ചെടി കരിഞ്ഞു പോകുന്നു. അപ്പൊ എവിടെ എത്തും? ഹല്ലേലൂയ. ചിലരുടെ ഉറക്കമൊക്കെ പോയ പോലെയുണ്ട്. ഇവിടെ വന്ന് ആവിലയിൽ വന്ന് കാലുകുത്തിയെന്ന് വിചാരിച്ചാരും രക്ഷപ്പെടുന്നില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇവിടെ കാലുകുത്തി, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. കുറെ നാളായി ആഗ്രഹിക്കുന്ന ആവിലയിൽ വരെ ഇന്ന് എനിക്കിവിടെ കാല് കുത്താൻ പറ്റി, ഞാൻ രക്ഷപ്പെട്ടു എന്ന് അച്ഛൻ പറഞ്ഞു. ചേട്ടാ രക്ഷപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ കുറെ പേര് ഈ കുടി നിർത്തി എന്നുള്ളത് ശരിയാണ്. ചേട്ടൻ വന്നിട്ട് ചേട്ടൻ ഉദ്ദേശിച്ചതാണ്. ചേട്ടൻ വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ആ കുരിശിന്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു, മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ചു, തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം മദ്യപിച്ചിട്ടില്ല. അതാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. ചേട്ടൻ പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു. 40 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു പുകവലി ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വലിച്ചിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെട്ടിട്ടില്ല. നീ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നതുവരെ നീ രക്ഷപ്പെട്ടിട്ടില്ല. നീ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന സാഹചര്യമാണ് നീ ക്രിസ്തുവായി മാറിയ സാഹചര്യം. നീ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന സാഹചര്യമാണ് നീ വചനമായി മാറിയത്, നീ സ്നേഹമായി തീർന്നത്, നീ വെളിച്ചമായി മാറിയത്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവായി മാറുകയും അങ്ങനെ നമ്മൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഈശോയുടെ ഈ ആഗ്രഹം എന്റെ ആഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് വേണം ഞാൻ ഈശോയെ എന്ന് വിളിക്കാൻ. അപ്പോഴാണ് എന്റെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. വിളിക്കാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈശോയുടെ മറ്റൊരാഗ്രഹമാണ് എല്ലാവരും അനുദപിക്കണം. ആരൊക്കെയാണ് അനുദപിക്കേണ്ടത്? പാപികൾ അനുദപിക്കണം, വഴിതെറ്റിപ്പോയവരെ അനുദപിക്കണം. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഴിതെറ്റിപ്പോകാത്ത നീതിമാന്മാരായ 99 പേരിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കേ. ആരുമില്ലേ? സിസ്റ്ററെ ഹല്ലേലൂയ. ഇല്ലേ? കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞില്ലേ ഒരു സിസ്റ്ററുടെ വിഷമം ഉണ്ടായിരുന്നെന്ന്. അതായത് കർത്താവ് നമ്മളെയൊക്കെ മരുഭൂമിയിൽ വിട്ടിട്ട് പാപികൾ അന്വേഷിച്ചു പോയില്ലേ?
പ്രിയപ്പെട്ടവരെ, അനുതാപം ആവശ്യമില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. എല്ലാവരും അനുതപിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയുടെ മറ്റൊരാഗ്രഹത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞു തുടങ്ങുകയാണ്. നാലാമതായിട്ട്, നമ്മോടൊത്ത് വിരുന്നാസ്വദിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എഴുതി വെക്കുന്നവരെ എഴുതി വെച്ചു. ഈശോയുടെ ഒരു ആഗ്രഹമാണ്. എന്താണ്? നമ്മോടൊത്ത് വിരുന്ന് ആഘോഷിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് ഒരു പിടി ചോറ് തിന്നണമെന്ന് നമുക്ക് എന്തുണ്ട്? ആഗ്രഹം ഇല്ലേ? പ്രിയപ്പെട്ടവരുടെ കൂടെ ഒന്ന് ആ കഞ്ഞിപ്പര വരെ ചെന്നിട്ട് ഒരു പിടിയല്ല, ഒരു തവി കഞ്ഞി കോരി കുടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഈശോയ്ക്കും അതുപോലെ ആഗ്രഹമുണ്ട്. തന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് വിരുന്ന് ആഘോഷിക്കണമെന്ന്. നമുക്ക് അതിന്റെ വചനം വായിക്കാം. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. റെവലേഷൻ 3:20. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം വായിക്കാം. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. കൈയടിച്ച് നന്ദി പറയാം. വലത് കരം ഉയർത്തി വീശിക്കൊണ്ട് ആ വചനമേറ്റു പറയാം. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈശോ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്നത് ഏതാഗ്രഹം കൊണ്ടാണ്? വിരുന്നാസ്വദിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് വാതിലിൽ മുട്ടുന്നത്. എന്നെ കല്യാണത്തിന് വിളിക്ക്, എന്നെ കല്യാണത്തിന് വിളിക്ക്. ഈശോ വാതിലിൽ ഇങ്ങനെ മുട്ടുകയാണ്. ഏതാഗ്രഹം കൊണ്ട്? നമ്മുടെ അകത്ത് കയറി ഈശോയ്ക്ക് ഒരു വിരുന്നാസ്വദിക്കണം. പ്രിയപ്പെട്ടവരെ, ഏതാണ് നമ്മുടെ ഹൃദയത്തിൽ കയറി വന്നിട്ട് ഈശോ കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിരുന്ന്? ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിരുന്ന് ഏതാണ്? ചിക്കൻ ബിരിയാണിയാണോ? അച്ഛൻ പറഞ്ഞുതരാം. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ, മറക്കരുത്. എല്ലാവരും വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്തെങ്കിലും നോക്കുന്നു? അതായത് അടുത്ത വ്യാഴാഴ്ച, അടുത്ത 11-ാം തീയതി നമ്മുടെ ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം ആവിലയിൽ പ്രതിഷ്ഠിച്ചതിന്റെ 10-ാം വാർഷികമാണ്. അടുത്ത ചൊവ്വാഴ്ച ഫെബ്രുവരി 11-ാം തീയതി. കൈയടിച്ച് കർത്താവിന് നന്ദി. അപ്പോൾ അതിന്റെ ഒരു ആഘോഷമായിട്ട് നിങ്ങൾ ചിക്കൻ ബിരിയാണി ഉള്ള കാര്യം ആരോടും പറയരുത്. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കണക്കെടുത്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന്റെ ആഘോഷം നമ്മൾ നടത്തി അടുത്ത ആഴ്ച കർത്താവിന് നന്ദി പറയുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് ഏത് വിരുന്ന് കഴിക്കാനാണ്? പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ ഈശോ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിരുന്നുള്ളൂ. ആ വിരുന്ന് എന്ന് പറയുന്നത് ആരാധനയുടെ വിരുന്നാണ്. ദൈവം കഴിക്കുന്ന വിരുന്ന് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഭക്ഷണത്തിന്റെ വിരുന്നല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ദൈവം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിരുന്നേതാണ്? ദൈവം ആസ്വദിക്കുന്ന വിരുന്നേതാണ്? ആരാധനയുടെ വിരുന്നാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് അന്വേഷിക്കുന്നത്, വിളമ്പിത്തരാൻ പറയുന്നത് ഏത് വിരുന്നാണ്? ആരാധനയുടെ വിരുന്നാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ വിരുന്ന് അന്വേഷിച്ചു വരുന്നത്? ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഈ ആരാധനയുടെ വിരുന്ന് അന്വേഷിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, ചായ റെഡി എന്ന് പറഞ്ഞ് പുറത്ത് എഴുതി, ചായയും കടിയും എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഹോട്ടലിലേക്ക് നിങ്ങൾ കഞ്ഞി അന്വേഷിച്ച് ചെല്ലോ? ഇല്ല.
ഇല്ല. അപ്പോ ഊണ് റെഡി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നോടത്താണ് നമ്മൾ എന്ത് ചെല്ലുള്ളൂ? ഊണ് അന്വേഷിച്ച് ചെല്ലുകയുള്ളൂ. അപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആരാധനയാണ്. എന്തുകൊണ്ടാണ് ദൈവം അത് പ്രതീക്ഷിക്കുന്നത്? കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അല്ലേ? പ്ലാവിൽ ആരും തേങ്ങയിടാൻ കേറൂല്ലല്ലോ. കേറോ? ഇല്ല. തെങ്ങിൽ ആരെങ്കിലും ചക്കയിടാൻ കേറോ? ഇല്ല. ഉദാഹരണങ്ങൾ മനസ്സിലാവുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവം കയറുന്നത് ഇവിടെ ആരാധനയുടെ വിരുന്നുണ്ടാകുമെന്ന് കരുതിയിട്ടാണ്. തുറന്നു കൊടുത്താൽ മാത്രം പോരാ, അകത്ത് ആരാധനയുടെ വിരുന്നുണ്ടാകണം. ദൈവം പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് നിന്റെ ഹൃദയം നീ തുറന്നു തന്നാൽ ഞാൻ അകത്ത് കയറി ഞാൻ ഭക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ അതിൽ ഐ വിൽ ഈറ്റ് വിത്ത് ഹിം ആൻഡ് ഹി വിൽ ഈറ്റ് വിത്ത് മീ. ഞാൻ അവനോടുകൂടെ ഭക്ഷിക്കും, അവൻ എന്നോടുകൂടെ ഭക്ഷിക്കും. രണ്ട് ഘട്ടങ്ങളാണ്. ദൈവം നമ്മിൽ നിന്ന് ആരാധനയുടെ വിരുന്ന് ഭക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് കഴിക്കും? കർത്താവ് പറയാണ് നമുക്ക് ഒരുമിച്ച് തിന്നാന്ന് പറയാണ്, ഇല്ലേ? ദൈവം കഴിക്കുന്നത് ആരാധനയുടെ വിരുന്നാണ്. നമുക്ക് ആരാധനയുടെ വിരുന്ന് ഇങ്ങോട്ട് കർത്താവിനോട് ഇങ്ങോട്ട് വിളമ്പി തരാൻ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് കഴിക്കും? അല്ല, ഒരു വിരുന്നാകുമ്പോ രണ്ടുപേരും കഴിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിക്കുന്ന വിരുന്ന് ദൈവ സാന്നിധ്യത്തിന്റെ വിരുന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവാരാധനയുടെ വിരുന്ന് കർത്താവിന് വിളമ്പുന്നു. ഈശോ നമുക്ക് ദൈവ സാന്നിധ്യത്തിന്റെ വിരുന്ന് വിളമ്പുന്നു. സ്വർഗത്തിലുള്ള വിരുന്ന്. മനുഷ്യൻ ദൈവത്തിന് ആരാധനയുടെ വിരുന്ന് വിളമ്പുന്നു. ദൈവം തന്റെ സാന്നിധ്യത്തിന്റെ വിരുന്ന് വിളമ്പുന്നു. അങ്ങനെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് രണ്ട് കാര്യങ്ങൾ ഭക്ഷിക്കുന്നു. ദൈവം ഭക്ഷിക്കുന്നത് വേറെ, മനുഷ്യൻ കഴിക്കുന്നത് വേറെ. പക്ഷെ രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മോടൊത്ത് ഈ വിരുന്ന്, ഈ ദൈവാരാധന എന്ന് പറയുന്ന, ഇപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഈ ദേവാലയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ ആരാധിക്കുന്നു, മനുഷ്യൻ തന്നെ ആരാധിക്കുന്നത് ഈശോ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ നമ്മുടെ കൂടെയുള്ളത് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. അപ്പോൾ ഈശോയുടെ ആഗ്രഹമാണ് നമ്മോടൊപ്പം വിരുന്ന് കഴിക്കണമെന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17:21. യോഹന്നാൻ 17:21 എടുത്ത് വായിക്കാം. ഈശോ ആഗ്രഹിക്കുകയാണ് മനുഷ്യനുമായി ഒന്നായിരിക്കണമെന്ന്. വിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മ ത്രേസ്യ പറയും, മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വായിക്കാം 17:21. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകമറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാണ്, അങ്ങെന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും. അതായത് എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നതിന്, ഒരുമിച്ചായിരുന്നു കൊണ്ട് ഈ വിരുന്ന് ഭക്ഷിക്കുന്നതിന്. ഒരു ഉദാഹരണത്തിന്, അച്ഛന്റെ അമ്മിച്ചി അച്ഛനെ വിളിക്കുകയാണ്, വിളിച്ചിട്ട് പറയാണ്, മോനെ ഒരുമിച്ചിരുന്ന് ഒരു പിടി ചോറ് തിന്നാന്ന് പറയാണ് എന്ന് വിചാരിക്കുക. അപ്പോ അച്ഛൻ പറയാണ്, അമ്മിച്ചി അവിടെ ഇരുന്ന് ചോറ് തിന്നോ, ഞാൻ ഇവിടെ ഇരുന്ന് ചോറ് തിന്നോളാം. അപ്പൊ അങ്ങനെ ഒരുമിച്ചാവില്ലേ എന്ന് പറഞ്ഞ് ഒരുമിച്ചാവോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അപ്പൊ അമ്മച്ചി ആയിരിക്കുന്നിടത്ത് നമ്മളുമായിരുന്ന് ഒരുമിച്ചായിരിക്കാൻ അല്ലേ? മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണ്? മക്കള് അടുത്തിരിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോയുടെ ആഗ്രഹം എന്താണ്? നമ്മൾ ഈശോയിലും ഈശോ നമ്മളിലുമായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ആഗ്രഹം എന്താന്ന് ഇപ്പൊ പിടികിട്ടിയ? ആഗ്രഹം പിടികിട്ടി. അപ്പൊ ഈശോയെ എന്ന് വിളിക്കുമ്പോ നമ്മുടെ ഹൃദയം ഈശോയുടെ ഈ ആഗ്രഹത്തോട് ഐക്യപ്പെടുത്തിക്കൊണ്ട് വേണം ഈശോയെ എന്ന് വിളിക്കാൻ. അങ്ങനെ ഒന്ന് ഐക്യപ്പെടുത്തിക്കൊണ്ട് ഒച്ചത്തിൽ വിളിച്ചേ. ഈശോ നമ്മളിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചു വിളിച്ചേ. നമ്മൾ ഈശോയിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചു വിളിച്ചേ. ഈശോ നമ്മളിൽ നിന്ന് ദൈവാരാധനയുടെ വിരുന്നുണ്ണണമെന്ന് ആഗ്രഹിച്ചു വിളിച്ചേ. ഈശോയുടെ കൂടെ ആയിരുന്ന ഈശോയുടെ സാന്നിധ്യത്തിന്റെ വിരുന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചു വിളിച്ചേ. ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ നാലാമത്തെ ആഗ്രഹം. അപ്പൊ ഇപ്പൊ ഈ ആഗ്രഹം ആരുടെ ആഗ്രഹമാണ്? അച്ഛൻ നമ്മോട് കൂടെ ആയിരിക്കണമെന്ന ഈശോയുടെ ആഗ്രഹം ആരുടെ ആഗ്രഹമാണിപ്പോൾ? നമ്മുടെ ആഗ്രഹമാണ്. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ചേട്ടന് വല്ല ആഗ്രഹമുണ്ടോ? പിന്നെ ആഗ്രഹമുണ്ട്. എന്താണ്? ഈശോയോട് കൂടെ ആയിരിക്കണം അല്ലേ? ഇപ്പൊ ഭാര്യയോട് ഭർത്താവ് ചോദിക്കാണ്, എടി നിനക്ക് വല്ല, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരികയല്ലേ, നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഭാര്യ പറയും, ഉവ്വ ചേട്ടാ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ്? ഈശോ എന്നിലും ഞാൻ ഈശോയിലും. ഹല്ലേലൂയ. അപ്പൊ ഈ ആഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലേക്ക് സ്വാംശീകരിക്കണം. അപ്പൊ അച്ഛൻ അടുത്ത ആഗ്രഹത്തിലേക്ക് പോവാണ്. ആയിക്കോട്ടെ. വിരുന്നിനെ കുറിച്ചുള്ള ഒരു വചനഭാഗം കൂടി അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ലൂക്കായുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ ഒരു വിരുന്നിന് വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഒരു ചേട്ടായി, നല്ല കാശുള്ള ചേട്ടായി വലിയൊരു വിരുന്നുണ്ടാക്കി. കൊഴുത്ത കാളക്കുട്ടിയെ 5 എണ്ണത്തിനെ കൊന്നു. 5 കാളക്കുട്ടിയെ കൊന്ന് വിരുന്നുണ്ടാക്കിയിട്ട് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാനായിട്ട് പറഞ്ഞയച്ചു. അവര് പറഞ്ഞു, ഞങ്ങള് വരൂല. പിള്ളേര് ചോറിന്നാൻ വിളിക്കുമ്പോ പിള്ളേര് പറയുന്ന പോലെ ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട്, മൊബൈലിൽ കുറച്ചു നേരം കൂടി നോക്കിയിരിക്കാനുണ്ട്, കല്യാണം കഴിച്ച് പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കാനുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിക്കുന്നത് അച്ഛന്റെ വീട്ടില് അവര് വന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കറങ്ങി നടക്കാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ വയല് മേടിച്ചിട്ട് അത് പരീക്ഷിച്ച് അത് ഒന്ന് കാണാൻ പോവാനുണ്ട്, കാളക്കുട്ടിയെ പരീക്ഷിക്കാനുണ്ട്, വണ്ടി മേടിച്ചതൊന്ന് ഓടിച്ചു നോക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവര് വന്നില്ല. ആർക്ക് ദുഃഖമായി? കല്യാണ വിരുന്നുണ്ടാക്കിയ യജമാനന് സങ്കടമായി. അവൻ എല്ലാവരെയും തന്റെ ആലയിലേക്ക് വിളിച്ചു കൂട്ടുന്ന സംഭവമാണ് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ആ വചനഭാഗം എഴുതി വെക്കുക, വീട്ടിൽ പോയിട്ട് വായിക്കുക. നമ്മൾ ഈശോയുടെ ഭവനത്തിലേക്ക് വിരുന്നിന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഈശോയുടെ ഹൃദയമാണ് ആ വചനഭാഗം. കയ്യടിച്ച് നന്ദി പറഞ്ഞു. മറ്റെല്ലാറ്റിനേക്കാളും ഉപരി എല്ലാം മാറ്റിവെച്ചിട്ട് ഈ ആരാധനയുടെയും ഈ ദൈവ സാന്നിധ്യത്തിന്റെയും വിരുന്നിലേക്ക് നമ്മൾ വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അങ്ങനെ ഈശോ വിളിച്ചിട്ട് വന്നവരാണ്. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഒരാഴ്ചയിലും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛന് തോന്നുന്നു ഈ വർഷം തന്നെ നമ്മൾ പന്തലിടേണ്ട വരുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ?
എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? സീറ്റ് കിട്ടാത്തപ്പോ നമുക്ക് പന്തലിടാം അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ആ ഈശോയുടെ ആഗ്രഹം, എല്ലാവരും ഈശോയോടുകൂടെ വിരുന്നാഘോഷിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ അതങ്ങോട്ട് ആഴത്തിൽ പതിയട്ടെ. എന്നിട്ട് ഈശോയെ ഇനി വിളിക്കുമ്പോ ഈ ആഗ്രഹം അങ്ങോട്ട് പുറത്തു വരണം. 4 ആഗ്രഹങ്ങളാണ് നമ്മൾ ഈശോയുടെ ആഗ്രഹങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത്. ഏതൊക്കെയാണ്? 1, എല്ലാവരും ഈശോയെ അന്വേഷിക്കണമെന്ന ആഗ്രഹം. 2, എല്ലാവരും രക്ഷ പ്രാപിക്കണം, ഫലം പുറപ്പെടുവിക്കണമെന്ന ആഗ്രഹം. 3, എല്ലാവരും അനുദപിക്കണമെന്ന ആഗ്രഹം. 4, എല്ലാവരും ഈശോയോടൊത്ത് വിരുന്നാസ്വദിക്കണമെന്ന ആഗ്രഹം. 5-ാമത്തെ ആഗ്രഹം നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നൊരാഗ്രഹമാണ്. നമ്മൾ വിജയം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് ആഗ്രഹം? നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കുഞ്ഞുമക്കള്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ, 11ാം ക്ലാസ്സിൽ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പേനയായിട്ട്, പുസ്തകമായിട്ട്. അച്ഛാ 1-ാം തീയതി അല്ലേ പരീക്ഷയ്ക്ക് ഒരുക്കമായിട്ടുള്ള ആരാധന. ഞങ്ങളുടെ പരീക്ഷകൾ +1-ന്റെയും +2-ന്റെയും ഒക്കെ പരീക്ഷ ഫെബ്രുവരി 14-ാം തീയതി തുടങ്ങുകയാണ്. അപ്പൊ അതുവരെ കാത്തു നിൽക്കാൻ പറ്റില്ല. വിജയം വരിക്കണം, വെഞ്ചിരിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കും. അപ്പൊ ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, ഒരു കൊച്ചും അമ്മയും കൂടി വന്നിരിക്കാം. വന്നിട്ട് പറഞ്ഞു, അച്ഛൻ സാക്ഷ്യം പറയാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമായി. ഈ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തില് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണ് സാക്ഷ്യം? അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഈ കൊച്ചിന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി. അപ്പൊ അച്ഛൻ ചോദിച്ചു, റിസൾട്ട് വന്നിട്ട് കുറച്ചാളായി. അത് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇപ്പൊ അച്ഛൻ ചോദിച്ചു, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ +2-ന്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പൊ അന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല, ജയിച്ചു പോയിട്ട് പിന്നെ വരുന്നത് ഇപ്പോഴാണ്. അപ്പൊ അത് പറയാനായിട്ടൊരു ചമ്മൽ. അപ്പൊ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ കുറെ പിള്ളേര്, +2-ന്റെ പിള്ളേര് 10ാം ക്ലാസ്സിൽ ജയിച്ചതിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടി ക്യൂ നിൽക്കണം. എന്താണ് ഇതുകൂടെ ഒന്ന്? പിന്നെ ഇത് ജയിച്ചാ പിന്നെ എന്നായിരിക്കും വരുന്നത് ആർക്കറിയാം. പിന്നെ വല്ല കല്യാണം നടക്കാതെ ആയാലും വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിജയം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. നമ്മൾ എങ്ങനെ വിജയം നേടണമെന്ന് അതാണ് പറയാൻ പോകുന്നത്. വെളിപാട് 3:21 എഴുതി വെക്കാം, വായിക്കാം. ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ വിജയം വരിക്കണമെന്നാണ്. ആരോ പറഞ്ഞുവിടെ, കറക്റ്റാണ്. ഈശോ വിജയം വരിച്ചതുപോലെ, ഈശോയ്ക്ക് ഫുൾ A+ കിട്ടിയതുപോലെ, ഈശോയ്ക്ക് 100-ൽ 100 കിട്ടിയതുപോലെ നമുക്കും 100-ൽ 100 കിട്ടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിജയത്തെ കുറിച്ച് ഈശോ പറയുന്നത്, ഞാൻ വിജയം വരിച്ചതുപോലെ നിങ്ങളും വിജയം വരിക്കണമെന്നാണ്. ഈശോ നമ്മെ ഈശോയോട് തന്നെ തുലനം ചെയ്ത് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഈശോ വിജയം വരിച്ചതുപോലെ ഏത് കാര്യത്തിലാണ് ഈശോ വിജയം വരിച്ചത്? എല്ലാ കാര്യത്തിലും. വിശ്വസ്തതയിൽ ഈശോ വിജയം വരിച്ചു, സ്നേഹത്തിൽ ഈശോ വിജയം വരിച്ചു, അനുസരണയിൽ ഈശോ വിജയം വരിച്ചു, പരിശുദ്ധിയിൽ ഈശോ വിജയം വരിച്ചു, ത്യാഗത്തിൽ ഈശോ വിജയം വരിച്ചു. ഈശോ വിജയം വരിച്ചതുപോലെ നമ്മളും വിജയം വരിക്കണമെന്ന് ആർക്കാഗ്രഹമുണ്ട്? നമുക്ക് ആഗ്രഹമുണ്ടോ? ഒന്ന് ചോദിച്ച്, ശരിക്കും ഉണ്ടോന്ന് ചോദിച്ചു. ഈശോ വിജയം വരിച്ചതുപോലെ വിജയം വരിക്കാൻ നിനക്കാഗ്രഹമുണ്ടോ? നമുക്കങ്ങനെയൊന്നും. അച്ഛൻ ഒരു കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചു.
കർത്താവ് ഈ കൊച്ചിന് മുഴുവൻ മാർക്ക് കിട്ടട്ടെ. അപ്പൊ നിന്ന കൊച്ച് പെട്ടെന്ന് ഇരുന്നു. എന്തു പറ്റി? മുഴുവനൊന്നും വേണ്ട, അച്ഛ ജയിച്ചാ മതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മൾ വെറുതെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല ആഗ്രഹിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്നത് ഈശോ വിജയം വരിച്ചതുപോലെ നമ്മളും വിജയം വരിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 57-ാമത്തെ തിരുവചനം. 1 കൊരിന്ത്യസ് 15:57 വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഇരുകരങ്ങൾ വെറുതെ വീശിക്കൊണ്ട് പറയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്റർവ്യൂവിലുള്ള വിജയം എന്നതിനേക്കാൾ, OET പരീക്ഷയിലുള്ള വിജയം എന്നതിനേക്കാൾ, ജർമ്മൻ ഭാഷയിൽ പരീക്ഷയിൽ വിജയിക്കുക എന്നത് വിജയത്തിനേക്കാൾ, അല്ലെങ്കിൽ ഇസ്രായേലിൽ പോകാനുള്ള ഇന്റർവ്യൂ ജയിക്കുക എന്നതിനേക്കാൾ, ഇപ്പോൾ അതിനുവേണ്ടി തുല്യതാ പരീക്ഷ എഴുതുന്ന ഒരു 10ാം ക്ലാസ് ജയിക്കുക എന്നതിനേക്കാൾ, അങ്ങനെയുള്ള വിജയം എന്നതിനേക്കാൾ, അതൊക്കെ ഇതിനകത്തുണ്ട്, പക്ഷെ അതിനേക്കാൾ പാപത്തിന്റെ മേലുള്ള വിജയം, ഈ ലോകത്തിന്റെ മേലുള്ള വിജയം നമ്മൾ വരിക്കും. ആ വിജയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവം നമുക്ക് തരുന്ന വിജയം എന്ന് പറയുന്നത് പാപത്തിന്റെ മേലും ലോകത്തിന്റെ മേലും ശാപത്തിന്റെ മേലും മരണത്തിന്റെ മേലുമുള്ള വിജയമാണ്. മരണത്തിന് പോലും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഒരാൾക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ വളരെ ചെറിയ പ്രായത്തിൽ കണ്ട ഒരു സിനിമയിലെ ഒരു ഡയലോഗ്, പണ്ട് കുട്ടികള് മമ്മൂട്ടിയെ അനുകരിക്കാൻ വേണ്ടി ആ ഡയലോഗ് പറയാൻ, നിങ്ങൾ എല്ലാവരും കൂടി ചന്തുവിനെ തോപ്പിച്ചു. അവര് ചന്തുവിനെ തോപ്പിച്ചു, ഇവര് തോപ്പിച്ചു, എല്ലാവരും തോപ്പിച്ചു. ആര് തോപ്പിച്ചു? ലോകം തോൽപ്പിച്ചു. അല്ലേ? അമ്മയെ തോൽപ്പിച്ചല്ലോ മോനെ എന്ന് അമ്മ കൊച്ചിനോട്, അപ്പനെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോനെ എന്ന് അപ്പൻ മകനോട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തോൽക്കാൻ, നമ്മൾ തോൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് ദൈവം വിജയം നൽകിയിരിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ അത് കുടുംബജീവിതത്തിന്റെ വിജയം. ഒരു കുടുംബജീവിതം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? ജീവിതം വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്നൊരു കണക്കെടുപ്പുണ്ട്. അത് കുറെ നാള് കഴിഞ്ഞിട്ടാണ്. കല്യാണം നന്നായിട്ട് നടന്നോന്നല്ല, കല്യാണമൊക്കെ സൂപ്പറായിരുന്നു, ജീവിതം പോക്കായിരുന്നു. ഇല്ലേ? കയ്യില് കാശുണ്ടെങ്കിൽ കല്യാണം സൂപ്പറാക്കാം, പക്ഷെ കയ്യില് കാശുണ്ടെന്ന് വിചാരിച്ച് ജീവിതം സൂപ്പറാവില്ല. അപ്പോൾ ജീവിതം സൂപ്പറാക്കാൻ കാശുണ്ടാകണം എന്ന് മാത്രം ചിന്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അച്ഛൻ, ഞങ്ങളുടെ ഭയങ്കര കഷ്ടപ്പാടാണ്, എങ്ങനെയെങ്കിലും ഈ ദേശത്ത് പോയി കുറച്ച് കാശുണ്ടാക്കിയിട്ട് ജീവിതം ഒന്ന് ശരിയാക്കണം. അതിനുവേണ്ടി ഭർത്താവിന് ഇവിടെ വിടും, മക്കളെ ഇവിടെ വിടും, എന്നിട്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. പ്രിയപ്പെട്ടവര്, ഇത്തിരി പട്ടിണിയാണെങ്കിലും, നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആവർത്തിച്ച് പറയാം, ഇത്തിരി പ്രയാസമാണെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരുമിച്ച് നിന്ന് ആ പ്രയാസത്തെ അതിജീവിച്ച് ജീവിതം മനോഹരമാക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ജീവിതം വിജയമായി മാറുന്നത്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, കൈയടിച്ച് കർത്താവിന് നന്ദി.
അപ്പോ അടുത്തൊരു വചനം, റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. റോമർ 8:37 എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോ. കർത്താവ് വിജയം തരുന്നതിന്റെ വചനങ്ങളാണ്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ വിജയം വരിക്കുന്നു? റോമ 8:37 അച്ഛൻ വായിച്ചത്. 35, 36 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റോമ 8:35 മുതൽ അച്ഛൻ വായിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നാര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? എത്ര കാര്യങ്ങളായി? 7 എണ്ണമായി. ഈ 7 കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? വിജയം വരിക്കും. ക്ലേശത്തിൽ ആ ക്ലേശം കാണുമ്പോ നമ്മൾ ആ ക്ലേശത്തെ കണ്ട് പേടിച്ചോടിപ്പോവില്ല. ക്ലേശത്തിൽ നമ്മൾ വിജയം വരിക്കും. ദുരിതം കാണുമ്പോ പേടിച്ച് ഓടില്ല. ദുരിതത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ദുരിതത്തിൽ വിജയം വരിക്കും. പീഡനത്തെ കാണുമ്പോ ഓടിപ്പോവില്ല. പീഡനത്തിൽ നിലനിന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് നമ്മൾ വിജയം വരിക്കും. പട്ടിണി ഉണ്ടായി എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കില്ല. നഗ്നതയുണ്ടായി എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഒറീസയിൽ 2008 ഓഗസ്റ്റ് മാസത്തിൽ ഒരു സിസ്റ്ററിനെ നഗ്നയാക്കുകയും തെരുവിൽ ആളുകളുടെ മുൻപിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ സഹോദരി അതിനെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഇനിയും ക്രിസ്തുവിന് വേണ്ടി തന്നെയുള്ളവളാണെന്ന് പറഞ്ഞപ്പോൾ തോറ്റു പിന്മാറിയത് നഗ്നതയും പട്ടിണിയും ആപത്തും വാളും മരണവുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞത്, ക്ലേശമോ, ദുരിതമോ, പട്ടിണി, ആപത്ത്, നഗ്നത, വാള്, ഇവയിലെല്ലാം ഞങ്ങൾ വിജയം വരിക്കുമെന്ന്. ഞങ്ങൾ പേടിച്ച് തോറ്റോടുന്നവരുടെ കൂട്ടത്തിലല്ല, ഇതിനെ അതിജീവിച്ച് വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചത്. നിയമാവർത്തനം 20:4, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. ഹല്ലേലൂയ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. കൈയടിച്ച് നന്ദി പറയാം. എന്തുകൊണ്ടാണ് കർത്താവ് കൂടെ വന്ന് വിജയം നേടിത്തരുന്നത്? എന്റെ കാരണം എന്താണ്? നമ്മൾ വിജയം വരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ജയിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? ഈശോയാണ്, ഇല്ലേ? മക്കൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരാഗ്രഹിക്കുന്നുണ്ട്? ശരിയാണ്, അപ്പനും അമ്മ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത് അല്ലേ? മക്കളും മാതാപിതാക്കളും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത്, മക്കൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് അവർക്കാണ് ആഗ്രഹം, നിങ്ങൾക്കാണ്? അല്ലേ? അവർക്കൊരാഗ്രഹമില്ല.
അവരിത് 5 മിനിറ്റ് ഇരുന്നിട്ട് എടാ പോയി പഠിക്കുന്നു പറഞ്ഞ് പോയി പഠിക്കാനിരുന്നു. പുസ്തകം എടുത്ത് ഒരു പേജ് വായിച്ചു കഴിയണതിന് മുമ്പ് അമ്മേ വെള്ളം, നീ ഇവിടുന്ന് പോയിട്ട് 5 മിനിറ്റ് ആയില്ലല്ലേ. അപ്പൊ അവൻ അവിടെ അരമണിക്കൂർ കുത്തി, ഒരു 15 മിനിറ്റ് എങ്കിലും ഇരുന്നോട് തിരിക്കടാ എന്ന് നമുക്കല്ലേ ആഗ്രഹം, അല്ലേ? അതെ. എന്താണ്? അവര് വിജയം വരിക്കണമെന്ന് അവന് തീഷ്ണതയുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ട്. അത് വിട്. ഇനി നമ്മൾ നമ്മുടെ ജീവിതവും ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്ന് കമ്പയർ ചെയ്ത്, നമ്മൾ ഈ ഭൂമിയിൽ വിജയം വരിക്കണമെന്ന്, നമ്മുടെ ജീവിതം ശോഭനമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. അപ്പോൾ കർത്താവിന്റെ 5ാമത്തെ ആഗ്രഹമാണ് നമ്മൾ ജീവിത വിജയം വരിക്കണമെന്ന്. അപ്പൊ നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ആരുടെ ആഗ്രഹമുണ്ടാകണം? എല്ലാ മനുഷ്യരും നിത്യരക്ഷ എന്ന വിജയം വരിക്കണമെന്ന്, സമൃദ്ധി ഉണ്ടാകണം ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചേ ഹല്ലേലൂയ. അപ്പോ ഈശോയുടെ ഒരു 5ാമത്തെ ആഗ്രഹം, 6ാമത്തെ ആഗ്രഹം പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കാൻ. അതിനുശേഷം ഇനി ആഗ്രഹങ്ങൾ അച്ഛന് ഓരോന്ന് എണ്ണി പറയുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് 3-4 കൂടി പറയാം. കാരണം ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, നമ്മൾ ഇങ്ങനെ ഓരോ പേജ് മറിച്ച് പോകുമ്പോ ഓരോ പേജിലും നമ്മൾ എന്ത് കണ്ടെത്തും? ഈശോയുടെ ആഗ്രഹങ്ങൾ കണ്ടെത്തും, ദൈവത്തിന്റെ ആഗ്രഹങ്ങള് കണ്ടെത്തും. ആദത്തെ സൃഷ്ടിക്കുമ്പോ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ഹവ്വയെ സൃഷ്ടിക്കുമ്പോ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുമ്പോ ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്. വെള്ളപ്പൊക്കത്തിൽ, നോഹയുടെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്. അബ്രഹത്തെ വിളിക്കുമ്പോൾ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോ ദൈവത്തിന് ആഗ്രഹമുണ്ട്. മോശയിലേക്ക് എത്തുമ്പോ, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലേക്ക് എത്തുമ്പോ, അങ്ങനെ ഓരോ പേജിലും ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കാം. അത് മുഴുവൻ എടുത്തൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മള് ഓരോ ആഗ്രഹങ്ങള്, ദൈവത്തിന്റെ ആഗ്രഹങ്ങള്, ഈശോയുടെ ആഗ്രഹങ്ങള് നമ്മുടെ ആഗ്രഹങ്ങളാക്കി മാറ്റി ഒടുവിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ മാത്രം ആയിരിക്കുന്ന, അത് മാത്രം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ പോലെ ആയിത്തീരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. അപ്പോൾ കർത്താവിന്റെ മറ്റൊരാഗ്രഹമാണ് നമ്മൾ കരുണ കാണിക്കണമെന്നത്. നമുക്ക് മിക്കാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം എടുക്കാം. മിക്കാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. പ്രവാചകൻ ചോദിക്കുകയാണ്, കർത്താവ് നിന്റെ ആഗ്രഹം എന്താണ്? ഞാൻ എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടതെന്നാണ് നിന്റെ ആഗ്രഹം? ഞാൻ എന്റെ ആദ്യജാതനെ കൊണ്ടുവന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ബലിയർപ്പണം ചെയ്യട്ടെ? എന്താ ചോദിക്കുന്നത്? എന്റെ മകനെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കട്ടെ, കൊന്നുകളയട്ടെ, കർത്താവ് അങ്ങേക്ക് വേണ്ടി ബലിയർപ്പിക്കട്ടെ. കർത്താവ് മിണ്ടിയില്ല. ഈ ഭൂമിയിലുള്ള ഫലങ്ങൾ കൊണ്ടുവന്ന് ആരാധിക്കട്ടെ? കർത്താവ് മിണ്ടുന്നില്ല. ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ അർപ്പിക്കട്ടെ? കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് പറയുകയാണ്, മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ ഒരാഗ്രഹമാണ് നമ്മൾ കരുണ കാണിക്കണമെന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ കരുണ കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വചനഭാഗം വായിച്ച് അച്ഛൻ ഇന്നത്തെ ഈ വചന വിചിന്തനം അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്.
പ്രത്യേകിച്ച് ഇന്ന് കഥകളോ അല്ലെങ്കിൽ ഉദാഹരണങ്ങളോ സാക്ഷ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വചന ശുശ്രൂഷയാണ്. നമ്മളൊരു 45 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ടയേർഡാവും. ഇല്ലേ? മടുത്തോ നിങ്ങൾ? ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കരുണ കാണിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ഉപമയുണ്ട്, ഒരു കഥയാണ് ഈശോ പറയുന്നത്. അന്ത്യവിധിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. അതിൽ നമ്മൾ വായിച്ചു തുടങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഈ വചനഭാഗം ആദ്യമായിട്ട് കേൾക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടി അച്ഛൻ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ ഒരു മിനിറ്റ്. ലോകം അവസാനിക്കും, ഇല്ലേ? നമ്മളെല്ലാവരും മരിക്കും, ഇല്ലേ? മരിച്ച സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കും. ഇത് നമ്മുടെ വിശ്വാസമാണ്. ഓക്കെ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആര് ഉയർത്തെഴുന്നേൽക്കും? നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ദൈവം നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും തന്റെ വലതുവശത്തും ഇടതുവശത്തുമായി മാറ്റി നിർത്തും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന കുറെ പേര് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. യെസ്. അപ്പൊ രണ്ട് ഭാഗത്തായിട്ട് മാറ്റി നിർത്തിയിട്ട് വലതുവശത്തുള്ളവരോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്തു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരുണ കാണിച്ചു. അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിലാരാണ് ക്രിസ്തു? നഗ്നനായി വന്നവൻ ആരാണ്? ക്രിസ്തുവാണ്. അപ്പൊ അച്ഛൻ ചോദിക്കട്ടെ, നഗ്നനെ ഉടുപ്പിച്ചവന്റെ പേരെന്താണ്? പ്രിയപ്പെട്ടവരെ, നഗ്നനായി വന്നവൻ ക്രിസ്തുവാണ് എന്നതിനേക്കാൾ നഗ്നനെ ഉടുപ്പിച്ചവന്റെ പേരാണ് ക്രിസ്തു. വിശന്ന് വന്നവൻ ക്രിസ്തുവാണ് എന്നതിനേക്കാൾ വിശന്നവൻ അപ്പം കൊടുത്തവന്റെ പേരാണ്. ഹല്ലേലൂയ. രോഗിയായി കിടന്നവനിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ രോഗിയായിരുന്നവനെ പരിചരിച്ചവന്റെ പേരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ അപരനോട് ക്രിസ്തു എന്നതുപോലെ നീ പെരുമാറിയതിന്റെ പേരാണ് കരുണ. ഹല്ലേലൂയ. അച്ഛനാവർത്തിക്കാം, നീ അപരനോട് ക്രിസ്തു എന്നതുപോലെ, നീ ക്രിസ്തു എന്നതുപോലെ അപരനോട് കരുണയോടെ വാത്സല്യത്തോടെ പെരുമാറിയതിന്റെ പേരാണ്, പ്രിയപ്പെട്ടവരെ, അനുകമ്പ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നീ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നീ ക്രിസ്തുവിനെ പോലെ കരുണ കാട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം വലതുവശത്താണ്. പിതാവ് പുത്രനോട് പറഞ്ഞു, നീ എന്റെ വലതുവശത്ത് ഉപവിഷ്ടനാവുക. പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞതുപോലെ പുത്രൻ നമ്മോട് പറയുകയാണ്, നീ ബി സീറ്റഡ് അറ്റ് മൈ റൈറ്റ് സൈഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കുക എന്നത്. ആരോട് കരുണ കാണിക്കണം? ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ തിരുവചനം. ലൂക്കാ 6:36 വായിക്കാം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ
നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈശോ വചനത്തിന് തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് 35-ാമത്തെ വചനം, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത്? നമുക്കിഷ്ടമില്ലാത്ത ഒരാള് ആ കുരിശടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് പോകുന്നത് വരെ അമ്മ ത്രേസ്യയുടെ ഓട്ടോയിൽ തന്നെ നിൽക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക, അവള് പോയോ? പോയിട്ടില്ലേ? അപ്പൊ തന്നെ അമ്മ ത്രേസ്യനെ തൊട്ടുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് മുട്ടേല് വലിയുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി. ഭയങ്കര കരുണയാണ്. നമ്മൾ സ്ഥലം കൊടുക്കണ്ടേ? ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്നെ കുറിച്ച് ഒരു കുറ്റം പറയുന്നവരെ കുറിച്ച് നിങ്ങൾ രണ്ട് നന്മ ഉമ്മ കൊടുക്കാന്നല്ല പറഞ്ഞത്, 2 നന്മ കൊടുക്കും. 2 നന്മ പറയുക. നിങ്ങളെ കുറിച്ച് ഒരു കുറ്റം പറയുന്നവരെ കുറിച്ച് നിങ്ങൾ 2 നന്മ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കരുണ കാണിക്കണമെന്ന്, നമ്മൾ ക്ഷമിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോ ഈ ആഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്വാംശീകരിക്കുന്നു, നമ്മൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഈശോ ക്ഷമിക്കണമെന്നാണ് ഈശോയുടെ ആഗ്രഹം. അങ്ങനെ തന്നെ തീരുമാനിച്ചിട്ട് ഞാൻ ഈശോയെന്ന് വിളിക്കുമ്പോഴാണ്, ഈശോയെന്ന് വിളിച്ചത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. അല്ലെങ്കിൽ അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥന ആവുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ കുരിശിന്റെ അവിടെ നിൽക്കുന്ന ആളൊന്ന് പോട്ടെ എന്ന് വിചാരിച്ച് ഇപ്പുറത്ത് നിന്ന് ഈശോയെ ഈശോയെ ഇടക്കിടക്ക് നോക്കുന്ന അവള് പോയോന്നാ. അപ്പോൾ ക്ഷമിക്കണമെന്നത് എന്റെ ആഗ്രഹമാകാതെ കരുണ കാണിക്കണമെന്നത് എന്റെ ഭാഗമാകുമ്പോഴാണ് അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. അപ്പോഴാണ് ഈശോ പറഞ്ഞതുപോലെ യേശുനാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോ നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ പറ്റിച്ച് 2 സെന്റ് മേടിച്ചെടുത്തോണ്ട് പോയി എന്ന് വിചാരിക്കും. കഴിഞ്ഞ ദിവസം ഒരമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ മകൻ, എനിക്ക് 1 മകനും 2 പെമ്മക്കളും, അവൻ എന്നെ പറ്റിച്ച് സ്വത്ത് മുഴുവനും അവന്റെ പേരിലാക്കി. ഇപ്പൊ ആ പെങ്കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ഇവനാണെങ്കിൽ എന്നെ വീട്ടിൽ മര്യാദക്ക് നോക്കുന്നുമില്ല. ഇപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് ഞാൻ 2-3 ദിവസം പെമ്മക്കളുടെ കൂടെ 2-3 മാസമൊക്കെ പോയി നിന്നു. പിന്നെ എന്റെ സ്വത്ത് അവൻ പറ്റിച്ചെടുത്തല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് തന്നെ വന്നിട്ട് അവന് ഞാനൊരു ഭാരമായി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിപ്പോ താമസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തട്ടിച്ചെടുത്തവരോട് കരുണ കാണിക്കാൻ പറ്റുമോ? ഇവിടെ ആരുമില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് തണ്ണിച്ചേട്ടന്റെ കിണറാരോ തട്ടിച്ചെടുത്തുകൊണ്ട് പോയ കഥ അച്ഛൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തണ്ണിച്ചേട്ടൻ പറഞ്ഞു, അത് എടുത്തോളാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തട്ടിക്കുകയും വഞ്ചിക്കുകയും സംശയം തോന്നിയാ മതി, പിന്നെ കരുണ കാണിക്കാൻ പറ്റില്ല. ഒരു വീട്ടില് ഒരു മാല കാണാനില്ല. ഏതോ പ്രാർത്ഥിക്കുന്ന ആള് വന്നിട്ട് പറഞ്ഞു, മാല നിങ്ങൾക്ക് പരിചയമുള്ള ഒരാള് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവര് ആലോചിക്കാൻ തുടങ്ങി, പരിചയമുള്ളതെന്ന് പറയുമ്പോ വീട്ടിൽ തന്നെയുള്ള ആളുകൾ, അപ്പൊ ഇവർക്ക് മരുമകളായിരിക്കും, അല്ലെങ്കിൽ പണിക്ക് നിൽക്കുന്ന ആ പെങ്കൊച്ചായിരിക്കും. ഇങ്ങനെ എല്ലാവരെയും സംശയ ദൃഷ്ടിയോടുകൂടെ കാണാനായിട്ട് തുടങ്ങി. ഓരോരുത്തരെ കാണുമ്പോഴും നീ അല്ലേടി മാല എടുത്തത് എന്നൊരു ചിന്തയാണ് ഇവരുടെ മനസ്സിൽ. കരുണ കാണിക്കാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞു, ചേച്ചി, ആ മാല എന്തോരുണ്ടായിരുന്നു? 1.25 പവൻ. എല്ലാം കൂടി എത്ര കൂട്ടിയാലും 1 ലക്ഷത്തിന് മുകളിൽ പോവില്ലല്ലോ. ഇല്ല, ചേച്ചിക്ക് ഒരു ക്യാൻസർ വന്നു. അച്ഛൻ
അച്ഛൻ അങ്ങനെയൊക്കെ പറയണ്ടേ? ക്യാൻസർ വന്നാലും കുഴപ്പമില്ല, മാല കിട്ടിയേ മതിയാവും. ഇങ്ങനെ ആകുലപ്പെട്ട് എല്ലാവരെയും സംശയത്തോടുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അവസാനം ശ്വാസകോശത്തിനെങ്കിലും മിനിമം ക്യാൻസർ വരും. അപ്പോ അത് വന്നോട്ടെ, കുഴപ്പമില്ല, മാല കിട്ടാം എന്ന്. എന്റെ ചേച്ചി, കർത്താവ് ആഗ്രഹിക്കുന്നത് കരുണ കാണിക്കണമെന്നല്ല, വിട്ടുകള. നമ്മൾ കർത്താവിലെ അത് കിട്ടുമ്പോ കിട്ടട്ടെ, കിട്ടിയാ കിട്ടട്ടെ. അച്ഛനങ്ങനെയൊക്കെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നീ കരുണ കാണിക്കുന്നതിന് തടസ്സമുള്ള ചില മേഖലകളുണ്ടെന്നാണ്. അപ്പോഴും പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നീയാണ് എന്റെ 1 കോടി രൂപ നഷ്ടപ്പെടാൻ ഇടവന്നത് നീയാണ് എങ്കിലും. അച്ഛനറിയാം, അച്ഛന്റെ ഒരു സ്നേഹിതൻ, ഈ സ്നേഹിതന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാള് കൂടെ ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു. അയാൾ ചില ചെറുകിട പരിപാടികളൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന്റെ കമ്പനി, മറ്റേയാൾ ജോലിക്കാരനാണ്, അദ്ദേഹം നടത്തിയ തെറ്റുകളുടെ ഫലമായി ഈ സഹോദരന് വലിയ ബാധ്യത ഉണ്ട്. 5-6 കോടി രൂപ നഷ്ടം വന്നു. നമ്മളാണെങ്കിൽ ആ സഹോദരനെ, ആ നഷ്ടം വരുത്തിയ ആളെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, പറഞ്ഞു വിടണം. എന്നിട്ടും തെറ്റ് ചെയ്തത് അയാളാണെന്ന് കൃത്യമായിട്ട്, അയാളുടെ തെറ്റ് മൂലമാണ്, എന്നിട്ടും ഒരു ഫൈനും അടപ്പിക്കാതെ ഇപ്പോഴും കൂടെ നിർത്തിക്കൊണ്ട് നടക്കുന്ന രീതിയിൽ ഉള്ള ഒരു കരുണ, അത് ദൈവം കരുണ കാണിക്കുന്നത് പോലെയുള്ളൊരു കരുണയാണ്. അപ്പോൾ നമ്മൾ ഏതറ്റം വരെ, അങ്ങേയറ്റം വരെ കരുണ കാണിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു ദൈവം, നമുക്കിഷ്ടപ്പെടാത്തത് പറയുന്ന ആളുകളുണ്ട്, നമുക്കിഷ്ടപ്പെടാത്തത് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് തിന്മ പറഞ്ഞ് നമ്മെ ദുഷിപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു വാക്കില്ലേ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അതെ, കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവരോടും നമുക്ക് എന്തുണ്ടാകണം? കരുണയുണ്ട്. ആര് കരുണ കാണിക്കുന്നത് പോലെ? ഈശോ കുരിശിൽ കിടന്നവൻ തന്നെ കൊല്ലുന്നവരോട് കരുണ കാണിച്ചതുപോലെ നമ്മൾ കരുണ കാണിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു? അപ്പോ നമ്മൾ ഈശോയെന്ന് വിളിക്കുമ്പോ നമ്മൾ ഈ ആഗ്രഹം എങ്ങോട്ട് സംശീകരിക്കണം? ഇങ്ങോട്ടെടുത്തിട്ട് വേണം എന്തെന്ന് വിളിക്കാൻ. പ്രിയപ്പെട്ടവരെ, അച്ഛനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വചനം പരസ്പരം ക്ഷമിക്കുന്നതിന് ഒരാൾക്കെങ്കിലും ഗുണപ്രദമാകുമെങ്കിൽ ഈ ദിവസം സഫലമാണ്. കൈയടിച്ച് കർത്താവിനാണ്. 10-15 വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന ഒരു വിദ്വേഷം, ഈ വിദ്വേഷം ഹൃദയത്തിൽ വെച്ചിട്ട് ഈശോയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, അച്ഛൻ ഞങ്ങൾ ക്ഷമ ചോദിക്കാൻ പോകട്ടെ. ക്ഷമ ചോദിക്കാൻ പോയി. അങ്ങനെ ക്ഷമ ചോദിക്കാൻ പോയി, ചോദിച്ചു വന്നപ്പോ പഴയതിലും കൂടുതൽ അടിയായി തിരിച്ചു പോയി. അങ്ങനെയും ചില സംഭവങ്ങളുണ്ട്. ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ വിളിച്ചത്, വെച്ച് കഴിഞ്ഞപ്പോ വിളിക്കണ്ടായിരുന്നു, വിളിക്കാതിരുന്നതിൽ ഇതിൽ. അപ്പോ ആദ്യം ഹൃദയത്തിൽ ക്ഷമിക്കുക, വിട്ടുകളി. അത് കഴിഞ്ഞിട്ട് കർത്താവ് വാതിലുകള്, അനുരഞ്ജനപ്പെടാനുള്ള വാതിലുകൾ കർത്താവ് പതുക്കെ പതുക്കെ തുറന്ന് തന്നോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈശോ ആഗ്രഹിക്കുകയാണ് നമ്മൾ കരുണ കാണിക്കണമെന്ന്. അച്ഛൻ അവസാനിപ്പിക്കാം. ഈശോയുടെ മറ്റ് ആഗ്രഹങ്ങൾ, തുടർന്നുള്ള ആഗ്രഹങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ പരസ്പരം കർത്താവിന്റെ ഈ ആഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നവരായി തീരാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഉണ്ടോ? ഈശോയെന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാകേണ്ടത് എന്നുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ നമ്മളിത് തുടരും.